എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകളായി നമ്മളെ ഹൈറിച്ചുകാരെ ചിലർ കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഓർക്കാപ്പുറത്തുള്ള ഈ ആക്രമണത്തിൽ നമ്മൾ തരിച്ചു നിന്നു. എന്നിട്ടും കലി തീരാതെ ഓടിച്ചിട്ട് അവർ നമ്മളെ അടിച്ചു. വീണുപോയ നമ്മളെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. ഒന്ന് പ്രതികരിക്കാൻ പോലുമാകാതെ നമ്മൾ നിസ്സഹായരായി മാറി. എതിരാളികൾ ആർത്തട്ടഹസിക്കുകയായിരുന്നു. കുറേ അടികൾ കൊണ്ടപ്പോൾ, ചവിട്ടുകളേറ്റപ്പോൾ നമ്മളും സ്വാഭാവികമായി പ്രതികരിക്കാൻ തുടങ്ങി. പതിയെ പതിയെ അടികൾ നമ്മൾ തടുത്തു. ചവിട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതുകൊണ്ടും നമ്മളെ വെറുതെ വിടില്ല എന്ന് മനസ്സിലായപ്പോൾ സ്വയരക്ഷയ്ക്കായി നമ്മളും തിരിച്ചടിക്കാൻ തുടങ്ങി. അപ്പോൾ ചിലർക്കൊക്കെ നൊന്തു. നമ്മുടെ കൂടെയുള്ള യൂട്യൂബേഴ്സ് ഒന്ന് പിടിച്ചു നിന്നപ്പോൾ പലർക്കും പൊള്ളാൻ തുടങ്ങി. അബ്ദുൽ ബാരി, അയൂബ് ഖാൻ, സുനിൽ കുമാർ, അങ്ങനെ നിരവധി യൂട്യൂബേഴ്സ്. അതിൽ സുനിൽ കുമാറാണ് ഇന്നത്തെ താരം. കുറേ ദിവസങ്ങളായി വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരുന്ന നസീർ എന്നയാളിന് ചെറിയൊരു ബ്രേക്ക് കൊടുത്തു. റിയാദ് ടാക്കീസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് താനെന്ന അഹങ്കാരത്തോടെ പറയുന്ന അദ്ദേഹത്തിൻ്റെ വോയിസ് നമ്മളെല്ലാവരും കേട്ടു. ധാർഷ്ട്യം, അഹങ്കാരം നിറഞ്ഞ വോയിസ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന ചാരിറ്റി ഓർഗനൈസേഷനെ പറ്റി സുനിൽകുമാർ പരസ്യമായി പറഞ്ഞത്രേ. ഒരു സംഘടനയുടെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൊള്ളി. റിയാദ് ടാക്കീസിനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. ജാതി മതഭേദമന്യേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല ഓർഗനൈസേഷൻ, ഒത്തിരിയേറെ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു നല്ല ഓർഗനൈസേഷൻ. അവരോട് എനിക്കും ബഹുമാനമുണ്ട്. പക്ഷേ നിങ്ങളുടെ പേര്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ദുരുപയോഗം ചെയ്യുന്നത് ആ സംഘടനയിലെ ആളുകൾ ശ്രദ്ധിക്കുമല്ലോ. കാരണം ഞാനും ഒരു പ്രവാസിയായിരുന്നു. ഒരു സംഘടന നടത്തിക്കൊണ്ട് പോകാനും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇവിടെ നമ്മുടെ പേര്, വീട്ടുപേര്, അഡ്രസ്സ്, ഭാര്യയുടെ പേര്, മക്കളുടെ പേര്, പെൺമക്കളുടെ വരെ പേര്, അവരുടെ ഡീറ്റെയിൽസ്, അവരെന്ത് ചെയ്യുന്നു, അവരുടെ ബാങ്ക് എവിടെയാണ്, എത്ര രൂപ ബാങ്കിലുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഈ ധാർമ്മികത? കൂടാതെ ഞങ്ങളുടെ കൂടെയുള്ള ലീഡേഴ്സിൻ്റെ, പ്രത്യേകിച്ച് വനിതകളുടെ പോലും ഫോട്ടോയും വെച്ച് അവരുടെ കുടുംബകാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ധാർമ്മികത എവിടെയായിരുന്നു? അതോടൊപ്പം തീർത്തും സ്വകാര്യമായ ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശമായ സ്വകാര്യതയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ പാൻ കാർഡും ആധാർ കാർഡൊക്കെ നിങ്ങൾ ഈ സിസ്റ്റത്തിൽ നിന്ന് അടിച്ചു മാറ്റിയപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ധാർമ്മികത? എനിക്കറിയില്ല നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഇവരുടെ ഈ ഗൂഢപ്രവർത്തനങ്ങളെപ്പറ്റി അന്വേഷിക്കണം. ആരൊക്കെയാണ് ഇവർ? നസീർ റിയാദിൽ നിന്നുള്ള അദ്ദേഹമാണ്. ഇറ്റലിയിൽ നിന്ന് കടുത്തുരുത്തിക്കാരനായ ഒരു ജോണി, ഒരു ചേർത്തലക്കാരൻ കൃഷ്ണകുമാർ, ചെങ്കിസ് ഖാൻ എന്ന വിളിപ്പേരുള്ള ഒരു ക്രിപ്റ്റോ ബിസിനസ്സുകാരൻ, അനിൽ അക്കര എന്ന കുപ്രസിദ്ധനായ മുൻ MLA, സ്വന്തം പാർട്ടിക്കിട്ട് പാര വെക്കുന്നവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ പറയുന്നത്, ഞാൻ പറയുന്നതല്ല കേട്ടോ. ഒപ്പം ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വത്സൻ, നിയമസഭയിൽ സഖാവ് എളമരകരിയും തന്നെ പറഞ്ഞിട്ടുള്ളതാണത്. അഴിമതിയുടെ ആൾ രൂപം. യൂട്യൂബിലുണ്ട്, കോടതിയിൽ ഫയലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളെല്ലാം. കൂടാതെ ഒരു അർജുൻ 30,000 രൂപ ഹൈറിച്ചിൽ നിന്ന് കൈപ്പറ്റിയവനാണ്. ഇൻഫോ MLP എന്ന പേരിൽ യൂട്യൂബ് ചെയ്യുന്ന സ്വരൂപ് എന്ന ദുബായിലുള്ള ഒരു സ്വരൂപ്, വൈറൽ ഇൻഫോ ബ്ലോഗർ എന്ന് പറയുന്ന ഒരു ജോ എന്നൊരാൾ, ഇവരെല്ലാം കൂട്ടമായിട്ട് ഹൈറിച്ചിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. എന്താണ് ഇവരുടെ മോട്ടീവ്? പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഉള്ള ഇവർ എങ്ങനെയാണ് ഒത്തുചേർന്നത്? ഇത് ശരിക്കും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കാരണം രാജ്യാന്തര ബന്ധമുള്ളതിനാൽ ഇത് NIA തന്നെയാണ് അന്വേഷിക്കേണ്ടത്. ഇവർ പറയുന്നത് ഹൈറിച്ചിലുള്ളതെല്ലാം കള്ളപ്പണമാണെന്നാണ്. അതേടോ, നിങ്ങൾക്കിത് കള്ളപ്പണമാണ്, ഞങ്ങൾക്കിത് വിയർപ്പിൻ്റെ വിലയും 500ഉം 1000ഉം ഒക്കെ കൂട്ടി വെച്ചുണ്ടാക്കിയ പണം, സ്വർണം പണയം വെച്ച പണം, പെൻഷൻ കിട്ടിയ പണം, വീട്, സ്ഥലം,
വണ്ടി ഒക്കെ പണയം വെച്ച ആ സ്ഥലമാണത്. കൂടാതെ പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അതെല്ലാം ബാങ്ക് വഴിയാണ് ഞങ്ങൾ അയച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി കുറേ നാൾ കേരള പോലീസ് അന്വേഷിച്ചു. ഇപ്പോൾ GSTയും അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇവരെല്ലാം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അവരന്വേഷിക്കട്ടെ, ഇനിയും അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ബഹുമാനപ്പെട്ട മുഖ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ടതുള്ളൂ എന്ന്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടും പേടിയില്ല. അന്വേഷിക്കട്ടെ, ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ. അത് പക്ഷേ ഞങ്ങളുടെ മാത്രം അക്കൗണ്ടുകളിലേക്കല്ല, അനിൽ അക്കര എന്ന് പറയുന്ന കുപ്രസിദ്ധനായ രാഷ്ട്രീയക്കാരൻ്റെ അക്കൗണ്ടിലേക്ക്, വത്സൻ എന്ന് പറയുന്ന അഴിമതിക്കാരനായ പോലീസുകാരൻ്റെ അക്കൗണ്ടിലേക്ക്, ഹൈറിച്ച് ജെന്യൂൻ സ്കാം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാരായ നസീറിൻ്റെ അക്കൗണ്ടിലേക്ക്, കൃഷ്ണകുമാറിൻ്റെ അക്കൗണ്ടിലേക്ക്, ജോണിയുടെ അക്കൗണ്ടിലേക്ക്, ചെങ്കിസ് ഖാനിൻ്റെ അക്കൗണ്ടിലേക്ക്, കൂടാതെ സ്വരൂപിൻ്റെയും ജോയുടെയും വ്ളോഗേഴ്സായ ഇവരുടെ അക്കൗണ്ടിലേക്ക്, ഇവരുടെ എല്ലാവരെയും അക്കൗണ്ടുകളും പരിശോധിക്കണം. ഇവരുടെ രാജ്യാന്തര ബന്ധവും പരിശോധിക്കണം. ഇത് NIA തന്നെ പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു പരിചയവുമില്ല എന്ന് പറയുന്ന ഇവർ എങ്ങനെയാണ് ഒരു കോടതി വിധി വന്ന്, ഹൈറിച്ചിനെതിരെ ഒരു കോടതി വിധി വന്ന് മിനിറ്റുകൾക്കകം ഒരേ രീതിയിലുള്ള മെസ്സേജുകൾ ഇടുന്നത്, ഒരേ രീതിയിലുള്ള യൂട്യൂബുകൾ ചെയ്യുന്നത്? തീർച്ചയായും ഇത് പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി ഹൈറിച്ചുകാരോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഏതു പാർട്ടിയുമായിക്കോട്ടെ, എന്താണ് ഹൈറിച്ചെന്ന് റിപ്പോർട്ട് ചെയ്യുക, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഈ മുഖം മൂടിയിട്ട ചെന്നായ്ക്കളുടെ മുഖം മൂടി വലിച്ചു കയറണം. മറ്റൊന്നിനുമല്ല, നമുക്കും ജീവിക്കണം. നമ്മുടെ കൂടെ രോഗികളുണ്ട്, എൻഡോസൾഫാൻ ദുരിതബാധിതരുണ്ട്, ക്യാൻസർ ബാധിതരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്, സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, വണ്ടിയുടെ EMI മുടങ്ങിയവരുണ്ട്, വീടിൻ്റെ സ്ഥലത്തിൻ്റെ EMI മുടങ്ങിയവരുണ്ട്, ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവരുണ്ട്, ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്നവരുണ്ട്. നമുക്കും ഈ നാട്ടിൽ ജീവിക്കണം. എന്താ നമ്മൾ ചെയ്ത കുറ്റം? ഹൈറിച്ചിൽ പൈസ കിട്ടതോ? ഡിസംബർ 7 വരെ അത് നമുക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നു. അത് ഈ നാട്ടിൽ തന്നെയല്ലേ നമ്മൾ ചെലവാക്കിയത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് 3000 കോടി രൂപയോളം കേരളത്തിലേക്ക് വന്നുവെന്ന്. അത് ഈ നാട്ടിൽ തന്നെയല്ലേ ചെലവാക്കിയതും ഈ നാട്ടിലേക്ക് തന്നെയല്ലേ വന്നത്? നമ്മൾ GST അടച്ചവരാണ്, നമ്മൾ ടാക്സ് കൊടുക്കുന്നവരാണ്. ഇതാണോ നമ്മൾ ചെയ്ത തെറ്റ്? ഒരിക്കലുമല്ല. നമ്മളല്ല തെറ്റുകാർ, നമ്മളല്ല കള്ളന്മാർ. അവർ പുറത്താണ്. അവർ നമ്മളെയും അതുവഴി ഈ രാജ്യത്തെയും നശിപ്പിക്കാൻ നോക്കുകയാണ്. അനുവദിക്കരുത്. ഈ രാജ്യത്തിൻ്റെ നിയമ സംഹിതകളിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് നമ്മൾ പോരാടും. നമുക്കും ജയിക്കണം, നമുക്കും ജീവിക്കണം, ഇവിടെ ജീവിക്കണം. ഞാൻ ജനിച്ച എൻ്റെ നാട്ടിൽ, എൻ്റെ മണ്ണിൽ, അതൊരു നസീറിൻ്റെയും ഒരു കൃഷ്ണകുമാറിൻ്റെയും ഒരു ജോണിയുടെയും ഒരക്കരയുടെയും വത്സൻ്റെയും യൂട്യൂബേഴ്സിൻ്റെയും ഔദാര്യമല്ല, ഇത് നമ്മുടെ അവകാശമാണ്. എൻ്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ജയ് ഹിന്ദ്.